അങ്ങനെ നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. പിസ്സ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെലിവറി ചെയ്യുന്ന ചേട്ടൻ കുറച്ച് നമ്മളെ ചുറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് ബസ് എപ്പോഴും ഇല്ലാത്ത കാരണം നമ്മൾ കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓട്ടോയും കൂടി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വണ്ടി പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ നടക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു, മല കയറാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്റ്റാമിന ഉള്ള കാരണം തീരെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ നമ്മുടെ പിസ്സ നോക്കുക ആകെ ചമ്മന്തി പോലെ ആയിട്ടുണ്ടായിരുന്നു ബേഗിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ, വേറെ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കളിച്ചു. ഒരു 2 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും വിസിറ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആനയടിക്കുത്ത് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുടിയൊക്കെ ആകെ നനഞ്ഞുള്ള കാരണം കുറച്ചൊന്ന് ചീകിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ബൈ ബൈ.